യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ലോത്തിൻ്റെയും കുടുംബത്തെയും ഒരു രാത്രിയിൽ അതേ സൊദോം പട്ടണത്തിൻ്റെ വെളിയിലേക്ക് ദൂതന്മാർ കൊണ്ടുവന്നിട്ട് ജീവരക്ഷയ്ക്കായി ഓടിപ്പോക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അവരോട് പറയുകയാണ്. എന്ന് മാത്രമല്ല, പുറകോട്ട് നോക്കരുത് എന്നും ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയുമരുത്, നിനക്ക് നാശം സംഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞതായ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. നമ്മൾ ഇതിൻ്റെ ആത്മീയമായ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ബോധ്യമായ ഒരു കാര്യം, വളരെ ആത്മീയമായ പ്രാധാന്യം ഈ വാക്യങ്ങൾക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, തിരുവചനത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വിലയേറിയ മർമ്മങ്ങളെയാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. ഈ മർമ്മങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. യേശു ഉപമകൾ സംസാരിക്കുക വഴി ആ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ അവർക്ക് ദൈവം ഭാഗ്യം കൊടുത്തു. അതുകൊണ്ട് എപ്പോഴും കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവന്മാരാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതിൽ നിന്നും ഗ്രഹിക്കുന്നതായ ദൈവരാജ്യ ആത്മീയ മർമ്മങ്ങൾ അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനോളം ഒരു ഭാഗ്യം വേറെ ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ നമ്മൾ ചിന്തിച്ചു എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക എന്നുള്ളതായ ഈ ദൂതൻ്റെ നിർദ്ദേശം. ഇവിടെ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക എന്ന് പറയുന്നതായ ആ ദൂതൻ്റെ ആഹ്വാനം അതേ സൊദോം ഗൊമോറ പട്ടണത്തിൽ ദൈവം വരുത്താൻ പോകുന്ന ആ നാശത്തു നിന്നുള്ള അതിൽ നിന്നുള്ള രക്ഷയാണെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് അതേ തനിക്ക് വഴിയൊരുക്കിയതായ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. അതും ഇതേ കാര്യം തന്നെയാണ്. പക്ഷേ അത് ഒരു പട്ടണത്തിൽ ദൈവം വരുത്താൻ പോകുന്ന നാശത്തു നിന്നുള്ള വിടുതലല്ല, ലോകത്ത് മുഴുവൻ വരാൻ പോകുന്നതായ ദൈവത്തിൻ്റെ ആ കോപ ദിവസത്തിൽ നിന്നും നമ്മൾ തെറ്റി ഒഴിയേണ്ടതിൻ്റെ പ്രാധാന്യത വരച്ചു കാണിക്കുന്നതായ ഒരു ആഹ്വാനമാണ് യോഹന്നാൻ സ്നാപകൻ നടത്തിയത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യം മനസ്സിലാകുന്നുണ്ട്. തൻ്റെ സ്നാനത്തിനായി പരീശരിലും സാധുക്കരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആർ? അപ്പോൾ യോഹന്നാൻ സ്നാപകൻ തന്നെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വരുവാനുള്ള ഈ ദൈവകോപത്തെക്കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി. സൊദോമിനെയും ഗോമോറയെയും അതിൻ്റെ പാപനിമിത്തം ദൈവം നാശം വരുത്തിയെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ എമ്പാടുമുള്ള നാളുകളായി മനുഷ്യവർഗം തുടരുന്നതായ ആ പാപത്തിനും ഈ ലോകത്തെ ദൈവം ശിക്ഷിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, ഇന്ന് ചാവുകടൽ എന്ന് അറിയപ്പെടുന്ന ഡെഡ് സീ, അതിൻ്റെ ഒരു പ്രത്യേകത, അതിൽ നമ്മൾ ചെന്ന് നീന്തുവാൻ തുടങ്ങിയാൽ നമ്മളവിടെ പൊങ്ങിക്കിടക്കും. കാരണം വളരെ സാന്ദ്രത കൂടിയതായ കാര്യങ്ങൾ ആ കടലിൻ്റെ അടിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഒരു പട്ടണം തന്നെ ഇതിൻ്റെ അടിവശമുണ്ട്, അത് സൊദോം ഗൊമോറ പട്ടണത്തിൻ്റെ സ്ഥാനമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഒരു സാക്ഷിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ലോകത്തെയും ദൈവം അതേപോലെ തന്നെ ന്യായം വിധിക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ദൂതന്മാർ കടന്നു വന്നതെല്ലാം തന്നെ പ്രതിനിധീകരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ മുതൽ കർത്താവ് യേശു ക്രിസ്തു തുടങ്ങി അതെ ഇന്ന് ഞാൻ വരെ പ്രസംഗിക്കുന്ന ഈ സന്ദേശം, അതെ ഈ നാശത്തിൽ നിന്നും നമ്മൾ തെറ്റി ഒഴിയണം, അതിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ളതായ ഒരു വലിയ ആഹ്വാനമാണ്. അതുകൊണ്ട് ഈ സൊദോം ഗൊമോറയിൽ വെച്ച് ലോത്തും കുടുംബവും ഈ ദൂതന്മാരെ ധിക്കരിച്ചെങ്കിൽ അത് ഈ ലോത്തിനെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചും നമ്മൾ ഇന്ന് വായിക്കേണ്ടി വരികയില്ലായിരുന്നു. കാരണം അത്രത്തോളം അവർ അപ്രസക്തമായി പോയനെ, അത്രത്തോളം അവർ ആ ദേശത്ത് നഷ്ടപ്പെട്ടു പോയനെ. പക്ഷേ അവിടെ എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതായ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സൊദോം ഗൊമോറയുടെ നാശത്തെക്കുറിച്ച് ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ തന്നെ അബ്രഹാം ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ നമുക്കറിയാം, അതേ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ, പിന്നീട് 45 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ, അതേ പിന്നീട് 30, 40, അതേ 20, 10 തുടങ്ങിയ സംഖ്യകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും ഈ അവസാന സംഖ്യ വരെ 10 നീതിമാന്മാർ പോലും ആ പട്ടണത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അതെ ദൈവം ആ പട്ടണത്തെ നാശം വരുത്തും. പക്ഷേ അതിനു മുമ്പ് തന്നെ അബ്രഹാം ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു വാങ്ങിയിരുന്നു. ഒരു കാര്യം, അത് എന്താണ്?
നീ നീതിമാന്മാരെ ദുഷ്ടന്മാരോടുകൂടെ നശിപ്പിക്കുമോ എന്ന് പറഞ്ഞാൽ അതേ ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷ അബ്രഹാം ആദ്യം തന്നെ ഉറപ്പുവരുത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷ മാത്രം പോരാ അബ്രഹാമിന്. പാപത്താൽ നശിക്കപ്പെടുന്ന, പാപത്താൽ പിടിക്കപ്പെട്ട ഒരു പട്ടണമാണ് ഈ സൊദോം ഗൊമോറ എങ്കിൽ ആ പട്ടണത്തെയും രക്ഷിക്കാൻ കഴിയുന്നതായ ഒരു പ്രാർത്ഥന അബ്രഹാം പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഈ പട്ടണത്തെ നശിപ്പിക്കുമെന്ന് അബ്രഹാമിന് ബോധ്യമായിട്ടും ആ പട്ടണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചത് വാസ്തവത്തിൽ ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന അതേ ഒരു ക്വാളിറ്റിയാണ് അബ്രഹാമിനുണ്ടായിരുന്നത്, ആളുകളെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അവൻ പാപത്തെ വെറുക്കുന്നു, പക്ഷേ അവിടെയുള്ള ആളുകളെ അവൻ സ്നേഹിക്കുന്നു. ഒരു വ്യക്തി പാപം ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ വ്യക്തിയെ വെറുക്കണ്ട, പക്ഷേ ആ വ്യക്തിയിൽ വസിക്കുന്ന പാപത്തെ നമ്മൾ എതിർക്കണം. ആ പാപത്തെ ചൂണ്ടിക്കാണിച്ച് അവനെ മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് സുവിശേഷം നമ്മൾ പറയുന്നത്, നമ്മൾ എന്താണ് ആളുകളെ ഓർപ്പിക്കുന്നത്? അതെ, നിങ്ങൾ ചെയ്യുന്ന പാപം ദൈവത്തിനെതിരെയാണ്, പക്ഷേ ഗാഡ് ലവ്സ് യു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അബ്രഹാം അതേ സൊദോം ഗൊമോറ പട്ടണത്തിലെ ജനത്തെ സ്നേഹിച്ചു. അവർക്ക് പാപമുണ്ട്, പക്ഷേ ആ പാപത്തെ ചൂണ്ടിക്കാണിക്കാനും അവരെ ആ പാപത്തിൽ നിന്ന് പിന്മാറ്റുവാനും അബ്രഹാം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അബ്രഹാം അവിടെ 50, 45, 40, 30, 20, 10 തുടങ്ങിയതായ സംഖ്യകൾ ദൈവസന്നിധിയിൽ അതേ പ്രാർത്ഥിപ്പാനിടയായി തീർന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷ അബ്രഹാം ഉറപ്പുവരുത്തിയിരുന്നു. ദൈവത്തോട് അബ്രഹാം പ്രാർത്ഥിച്ചെങ്കിലും ആ പ്രാർത്ഥന ദൈവ മുമ്പിൽ ഉണ്ടെങ്കിലും ലോത്തും കുടുംബവും രക്ഷ പ്രാപിക്കണം എങ്കിൽ അബ്രഹാമിൻ്റെ പ്രാർത്ഥന മാത്രം പോരാ, മറിച്ച് ലോത്തിൻ്റെ അനുസരണവും ആവശ്യമാണ്. ലോത്തിൻ്റെ അനുസരണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥന മാത്രം പോരാ ഒരാളെ രക്ഷിക്കുവാൻ, മറിച്ച് ആ വ്യക്തി ദൈവത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തി രക്ഷ പ്രാപിക്കുകയുള്ളൂ. ഇത് ഒരു വലിയൊരു ആത്മീക മർമ്മമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ പ്രാർത്ഥന മാത്രം മതി എനിക്ക്. നോ നോ നോ, പ്രാർത്ഥന മാത്രമല്ല നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്, മറിച്ച് നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തി ദൈവവുമായിട്ടുള്ള ആ കൺഫ്രണ്ടേഷനിൽ, ദൈവവുമായിട്ടുള്ള ആ അഭിമുഖത്തിൽ അവൻ ദൈവത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന നിമിത്തമുള്ള അനുഗ്രഹം അവർക്കുണ്ടാകത്തുള്ളൂ. ഇത് വലിയൊരു മർമ്മമാണ്. അതിനർത്ഥം പ്രാർത്ഥന മാത്രം പോരാ, നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തി ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ദൈവത്തെ അനുസരിക്കേണ്ടതും വളരെ ആവശ്യമാണ്. അതിനുവേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അബ്രഹാമിൻ്റെ പ്രാർത്ഥന വെറുതെ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ പോയിട്ടില്ല. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് അനുസൃതമായി ചില ആളുകൾ അവിടെ രക്ഷ പ്രാപിച്ചിരുന്നെങ്കിൽ, ഏറ്റവും കുറഞ്ഞത് 10 പേരെങ്കിലും ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ പട്ടണം രക്ഷപ്പെട്ടേനെ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ലോകത്തെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആളുകളെ സ്നേഹിക്കുകയും എന്നാൽ ലോകത്തിൻ്റെ പാപത്തെ നമ്മൾ എതിർക്കുകയും ചെയ്യണം. നമ്മൾ ലോകത്തിൻ്റെ പാപത്തെ എതിർക്കുന്നതാണ് പിശാചിന് ഏറ്റവും വൈരാഗ്യമുള്ള കാര്യമെന്ന് പറയുന്നത്. അതെ, നിങ്ങൾ എപ്പോൾ പാപത്തെ എതിർക്കാൻ തുടങ്ങുന്നുവോ ആ സമയം മുതൽ ലോകം നിങ്ങൾക്ക് എതിരായിട്ട് മാറും. ഈ ലോകത്തിലുള്ള ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളാണ്. അതെ, നമ്മൾ സഹോദരങ്ങളായി അവരെ കാണുന്നു, നമ്മൾ അവരെ സ്നേഹിക്കുന്നു. പക്ഷേ എപ്പോൾ അവരുടെ പാപത്തെ നമ്മൾ എതിർക്കുന്നുവോ ആ നിമിഷം മുതൽ ഒരുപക്ഷെ അവർ നമ്മളുടെ ശത്രുക്കളായിട്ട് മാറുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ അതോർത്ത് പ്രയാസപ്പെടേണ്ട, എന്നാലും പാപത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് ഓർപ്പിക്കുന്നത് വരുവാനുള്ള ന്യായവിധി അത് ഈ ലോകത്തിന് സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ ലോകത്തിന്റെ ന്യായവിധിയിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തെ ദൈവം നശിപ്പിക്കുമ്പോൾ ചില ആളുകളെ അല്ല, ലോകത്തിലുള്ള മുഴുവനും ആളുകൾ നശിക്കരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം വെച്ചതായ ഒരു വ്യവസ്ഥയാണ് യോഹന്നാൻ 3:36 നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. നോക്കൂ, ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. അവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അങ്ങനെ ഉള്ളവർക്ക് എന്ത് ലഭിക്കും? അവർക്ക് നിത്യജീവനെ ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഈ ലോത്തും കുടുംബവും ഈ സൊദോം ഗൊമോറയിൽ നശിച്ചു പോകേണ്ടതാ. പക്ഷേ അവരെ ദൈവം ഓർത്തു എന്ന് മാത്രമല്ല, ദൂതന്മാർ പറയുന്നത് അനുസരിക്കുക വഴി അവർ പുത്രനെ വിശ്വസിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ഈ സൊദോം ഗൊമോറയുടെ നാശത്തിൽ ഉൾപ്പെട്ടു പോകത്തില്ല. ഇതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും നിത്യജീവൻ പ്രാപിക്കും. ഇവിടെ നശിച്ചു പോകാൻ ഉള്ളവനല്ല അവനെന്ന്
നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത്, പുത്രനെ അനുസരിക്കാത്തവനോ. ഈ വിശ്വാസവും അനുസരണവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വസിക്കുന്നവൻ അതിന് മറുപടിയായി ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിന് തെളിവായി ചെയ്യേണ്ട ഒരു കാര്യമാണ് അനുസരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ദൂതന്മാരെ ലോത്തും കുടുംബവും വിശ്വസിക്കുന്നു. അവർ അഭൗമികരായ ആളുകളാണ്. അവർ ആ ദേശത്തിലെ ആളുകളെ അന്ധന്മാരാക്കുക വഴി അവരുടെ ആ അഭൗമികത അവർക്ക് ബോധ്യപ്പെട്ടു. അവർക്ക് മനസ്സിലായി ഈ ആളുകൾ ദൈവം ഐക്യപ്പെട്ടതായി വന്നവരാണ്. അതുകൊണ്ട് അവർ അവരിൽ വിശ്വസിച്ചു. പക്ഷേ വിശ്വാസം മാത്രം പോരല്ലോ, അനുസരിക്കണം. എന്ത് അനുസരിക്കണം? ആ ദൂതന്മാർ പറയുന്നത് അവർ അനുസരിക്കണം. നോക്കുക, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ലോത്ത് അവരെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അല്പം അവധാനതയും മടിയും അലസതയൊക്കെ അവരുടെ ജീവിതത്തിൽ കാണാനുണ്ട്. എങ്കിലും അതൊന്നും തന്നെ ഈ ദൂതന്മാർ പരിഗണിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവരെ പുറത്തു കൊണ്ടു ചെല്ലുക എന്നുള്ളതാണ് ഈ ദൂതന്മാർ ഏറ്റതായ ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആരും തന്നെ പെർഫെക്റ്റ് ആവുകയില്ല. നമ്മളിൽ എന്തെങ്കിലുമൊക്കെ കുറവോ ഇങ്ങനെയുള്ള ബലഹീനതകളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും ദൈവം ഗൗനിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ അവസ്ഥ ദൈവത്തിനറിയാം. ആരും തന്നെ പെർഫെക്റ്റ് അല്ല. പക്ഷെ ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക മാത്രമല്ല, അവനെ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തെ നമുക്ക് അനുസരിക്കാൻ കഴിയണം. അതിന് നമ്മൾ മറ്റു മറുവാദങ്ങളൊന്നും പറയരുത്. നമ്മൾ ദൈവവചനത്തെ അനുസരിക്കണം. അവിടെ പാരമ്പര്യങ്ങളോ കെട്ടുകഥകളോ നമ്മുടെ പതിവുകളോ ട്രഡീഷൻസോ ഒന്നും നമുക്ക് തടസ്സമാകരുത് കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനും അവൻ്റെ വചനത്തെ അനുസരിക്കുവാനും. ഒരു വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, പക്ഷേ അവൻ്റെ വചനത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, അവന് നിത്യജീവൻ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടും കാര്യമില്ല. അവന് നിത്യജീവനെ കാണുവാൻ കഴിയത്തില്ല എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. എന്ന് മാത്രമല്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ദൈവത്തിൻ്റെ ക്രോധം. ഈ ദൈവത്തിൻ്റെ ക്രോധം എന്തുകൊണ്ട് വസിക്കുന്നു? അവൻ വെളിപ്പെടുത്തപ്പെട്ടവനായ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ അവനെ വിശ്വസിക്കുവാനോ അവൻ്റെ വചനത്തെ അനുസരിക്കുവാനോ കഴിയുന്നില്ലെങ്കിൽ, ഒരു പാപിയുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം എങ്ങനെയാണോ സൊദോം ഗൊമോറയിൽ വന്നത്, അതേപോലെ തന്നെ ആ ക്രോധം അവൻ്റെ മേൽ വസിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, വരുവാനുള്ള ആ ക്രോധത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ നിങ്ങളെ ഉപദേശിച്ച് തന്നത് ആരാണ്? ഈ സാധുക്യരും ഒക്കെ കടന്നു വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, ആരാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഈ കോപത്തിൽ നിന്നും തെറ്റി ഒഴിയുന്നു എന്നുള്ളത്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ പാപത്തിൽ വസിക്കുന്നുവെങ്കിൽ, അവർ മദ്യപാനത്തിലും അവർ വെറുക്കൂത്തുകളിലും അവർ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കാതെ അവനെ അനുസരിക്കാതെ ജീവിക്കുന്നെങ്കിൽ, തീർച്ചയായിട്ടും അവർക്ക് ഈ ലോകത്തിൻ്റെ ന്യായവിധിയിൽ പെട്ടുപോകാനിടയായി തീരും. അത് വരാതിരിക്കുവാൻ നമ്മളവരെ സ്നേഹിക്കുന്നെങ്കിൽ അബ്രഹാമിനെ പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ രക്ഷ ഉറപ്പാക്കുക, അവരുടെ പാപത്തെ എതിർക്കുക, പാപത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ പാപത്തെ അവർക്ക് ബോധ്യപ്പെടുത്തട്ടെ, അവർ കർത്താവിലേക്ക് കടന്നു വരട്ടെ. ഇതാണ് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് ഈ ദൂതന്മാരുടെ സ്ഥാനത്താണ്. ആ ദൂതന്മാരുടെ സ്ഥാനത്ത് നിന്ന് മറ്റുള്ളവരോട് നമുക്ക് പറയാം, വേഗം വേഗം ഈ പട്ടണം വിട്ട് പൊയ്ക്കൊള്ളുക, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ ദൈവവചന ഭാഗങ്ങളെന്ന് ഞങ്ങൾക്കിന്ന് പൂർണ്ണമായും ബോധ്യമായി തീരുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. ഈ വചനഭാഗത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ, വചനത്തിൻ്റെ ആഴങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നല്ലോ. കർത്താവേ, ഈ ലോകം സൊദോം ഗൊമോറ പട്ടണം പോലെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവെ, അത് ചരിത്രത്തിൽ സംഭവിച്ചു എന്നുള്ളത് ചരിത്രപരമായി ശരിയാണെങ്കിൽ അതിനാൽ തന്നെ ഞങ്ങൾ ഉറപ്പിക്കുന്നു, ഈ ലോകവും അതിലുള്ളതെല്ലാം തന്നെ ഒഴിഞ്ഞു പോകും, അഴിഞ്ഞു പോകും. എന്നാൽ നിലനിൽക്കുന്നതായൊരു ദൈവരാജ്യം ഉണ്ട് എന്നുള്ളതും അതിലേക്ക് ഞങ്ങൾ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകേണ്ടതുണ്ട് എന്നും ഞങ്ങൾ അറിയുന്നു. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാതെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ അവൻ്റെ വചനത്തെ അനുസരിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്നു മുതൽ അവരുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ നീ അവരെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഈ വചന കേൾവിക്കുമ്പായി നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതാണ്. ആത്മീയമായ കൂട്ടായ്മയ്ക്കും അതേ ദൈവവചന പഠനത്തിനും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ പങ്കിടുന്നതിനും ദയവായി ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.